1.75 കൊടുക്കാം. 1,75,000 10 മോളില് 25 ലാസ്റ്റ് പേപ്പറിൽ വണ്ടി കൊടുക്കാം. ഇസ്ലാം എന്നാലും 10-24 മൈലേജ് ഉണ്ടോ? ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 55 രൂപ കൊടുക്കാം. 55,000 മാരുതി കൊടുക്കാം. 25 ലാസ്റ്റ് പേപ്പറിലാണ്. MPFI നല്ല വണ്ടി, ആക്സിഡന്റ് ഒന്നുമില്ല, ഇല്ലാത്ത ഗ്യാരണ്ടി കൊടുക്കാം. നമുക്ക് 2 രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടാ 5 വർഷം പേപ്പർ 2 ലക്ഷം രൂപ കൊടുക്കാം. 10 മോളില് എല്ലാം കൊണ്ട് നമുക്ക് 1.20 കൊടുക്കാം. 1,20,000 വലിയൊരു വണ്ടി കൊടുക്കാം. നീ കുറച്ചും കൊടുക്കുവോ? എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലോൺ കയറലല്ലേ റെഡി ആയിക്കളാം. ഇത് 2008 വണ്ടി, വീഡിയോ 8 മോളില് വീഡിയോ ഡീസൽ വണ്ടിയാണ് കിടക്കണം മുതലല്ലേ? ചെറിയ കായിന്റെ വണ്ടി, ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാ. ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി സുന്ദരിയാക്കി കൊടുക്കൂലേ? 1.5 ലക്ഷം രൂപയ്ക്ക് അടിപൊളി കിട്ടാണ് കൊടുക്കുക. മാക്സിമം ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ പൈസ മുടക്കാതെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുവോ? അല്ല, പൈസ മുടക്കാതെ കൊടുക്കാം. 2.25 കൊടുക്കാം. 2,25,000 ഏസിലെ ഈക്ക് കൊടുക്കാത്ത സിഗ്മാർഷിപ്പ്. നമ്മളങ്ങനെ വീണ്ടും ബെസ്റ്റ് ക്ലാസ്സിൽ വീടെത്തിയിട്ടുണ്ട്. തിരൂര് വട്ടത്തുള്ള ബെസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ 10-20 വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്രണ്ടിലൊക്കെ ഫുൾ നല്ല അടിപൊളി ഷോറൂമാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. തിരൂര്, താനൂർ, വട്ടത്താടാണ്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അതെല്ലാം 3-4 നമ്പർ ഉണ്ട്. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങൾ വിട്ടുതരും. ഏകദേശം 10-50,000 മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് ഉണ്ട്. ചെറിയ മുടക്കും ചെറുവണ്ടികളും മെയിൻ ആയിട്ടുള്ളത്. ഇന്നോവൊക്കെ ഏകദേശം 3-3.5 ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. കുറെ വണ്ടികളുണ്ട്. എക്സോളൊക്കെ മാക്സിമം ലോൺ കയറും. ഫോർച്യൂണൊക്കെ ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റും. ചെറിയ വിലക്കും മാക്സിമം ലോൺ നല്ല അടിപൊളി വാർത്തകളാണ്. അപ്പൊ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മുടെ ചാനലിനെ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം. മുസ്തുക നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ നല്ല അടിപൊളി കടുംചോപ്പ് മാരുതി എണ്ണൂറല്ലേ? കിടില വണ്ടി, വലിയ കുഴപ്പമില്ലാത്ത വണ്ടി, നല്ല വണ്ടി തന്നെ കൊടുക്കാം. എങ്ങനെ മോഡല്? ഇത് 2005 മോഡലാണ്. 5 മോഡലുള്ളൂ. എത്ര പേപ്പർ ഉണ്ട്? ഈ കൊല്ലം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഈ കൊല്ലം ലാസ്റ്റ് 25 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. അതെ. MPFI AC ഒക്കെ ഉള്ള വണ്ടി. AC ഉണ്ട്, AC വർക്കിംഗ് ആണ്. തണുപ്പുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് കൊടുക്കാറല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടിയില്ലേ? ഇത് ഓടിക്കൊണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഓട്ടോ ഒക്കെ 1ന്റെ മേലെ ഓടി ഉണ്ടാവും. 99,000 കിലോമീറ്റർ ഓടിയുള്ളൂ. കാണില്ലേ? ഓക്കെ. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 2005 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളല്ലേ? അതെ. റീപ്ലേസ് മേജർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. നല്ല വണ്ടിയില്ല, ടയറ് കാര്യങ്ങൾ അതുണ്ട്, എല്ലാം കൊണ്ട് ഉഷാറാണ്. ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 55 രൂപ കൊടുക്കാം. നമുക്ക് 55,000 മാരുതി കൊടുക്കാം. 25 ലാസ്റ്റ് പേപ്പറിലാണ്. MPFI നല്ല വണ്ടി, ആക്സിഡന്റ് ഒന്നുമില്ല, ഇല്ലാത്ത ഗ്യാരണ്ടി കൊടുക്കാം. അടുത്ത വേണ്ട അടിപൊളി വോക്സ് വാഗൻ പോളല്ലേ? വെള്ള കളർ 2014 ഹൈലൈൻ വണ്ടിയാണ്. 16 മോഡല് ഫുൾ ഓപ്ഷൻ ഹൈലൈൻ ആണല്ലേ? അതെ. എത്ര ഓടിക്കണേ? 1.20 ഓടിയിട്ടുള്ളൂ. 1.20. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്, സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും നല്ല വണ്ടിയില്ലേ? അപ്പൊ ഇസ്റ്റർ ഉണ്ടാവും. അപ്പൊ ഇസ്റ്ററുള്ള വണ്ടി, ഇസ്റ്ററിൽ അടിപൊളി പോളോ അതിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയില്ല. എന്താ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? നല്ല വൃത്തിയുള്ള കമ്പനി സീറ്റൊക്കെ വരുന്ന വണ്ടിയില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാലേ? ഈ വണ്ടി നമുക്കൊരു 4,20,000 രൂപ കൊടുക്കാം. 4,20,000 11 മോളിൽ കൊടുക്കാം. അതെ, അതിൽ കുറച്ചും കൊടുക്കാം. എന്തെങ്കിലും കഴിച്ച് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ഇതിന് 3 രൂപ 3,500 ലോൺ കിട്ടും. മാക്സിമം കയറും. അതെ. ഒരു 10,000 ഇറങ്ങും. ഇറക്കാം നമുക്ക്. 70,000 മുടക്കിൽ വണ്ടി ഇറക്കാം. അതെ. എത്ര മൈലേജ് കിട്ടും? ഒരു 16-17 മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു. ധൈര്യമായിട്ട് കൊടുക്കാം. അതേമാതിരി അടിപൊളി സ്വിഫ്റ്റില്ലേ? ഇത് 2017 വണ്ടിയാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 17 സ്വിഫ്റ്റ് വീഡിയോ 85,000 ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി. അപ്പൊ ഇസ്റ്റർ ഉണ്ടാവൂലേ? ഇസ്റ്ററുള്ള വണ്ടി. KL 2-ലാണല്ലേ? ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് നിങ്ങൾ പേർക്ക് മാറി. റീപ്ലേസ് ഉണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ധൈര്യം പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കാം. ഇഷ്ടമാണ്. കമ്പനി സർവീസ് ഉണ്ട്. അപ്പൊ ധൈര്യം പറയാല്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഒക്കെ കാണിച്ചിട്ട് ഒരു കസ്റ്റമർ കാണിച്ചിട്ട് എടുത്താൽ മതി, ചെക്ക് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ പറഞ്ഞു. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? നമുക്കൊരു 5-10 5 രൂപ കൊടുക്കാം. നമുക്ക് 5,10,000 ചോദിക്കണ്ടേ? തീർച്ചയായും കുറച്ചാണ് 5 ലക്ഷം കൊടുക്കാം. നമുക്ക് ലോൺ ലോൺ ഒരു 4 രൂപ ലോൺ കിട്ടും. മാക്സിമം ലോൺ വരും. ഒരു 50-60 രൂപ. അതെ. ഡീസലാകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസലാകുമ്പോൾ എന്തായാലും 18 മൈലേജ് ഉണ്ടാവും. മൈലേജ് എന്തായാലും കിട്ടും ചെയ്യുമല്ലോ. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റിലെ അതെ നല്ല അടിപൊളി വണ്ടിയില്ലേ? ഞാൻ മോഡലായിരുന്നാല്? ഇത് 2010 മോഡലാണ്. 10 മോഡലാണല്ലേ? പുതിയ റിന്യൂവൽ ഒക്കെ എടുത്താണ് കൊടുക്കാം. നമുക്ക് 5 വർഷം പേപ്പർ വണ്ടി കൊടുക്കും. ഇത് ഓപ്ഷൻ വീഡിയോ ഓപ്ഷൻ വീഡിയോ ഡീസൽ വണ്ടി തന്നെയാണ്. നല്ല മൈലേജ് ഉണ്ടാവും. അതെ.
ഓടിയെന്ന് പറയാൻ ഓട്ടോ എന്തായാലും ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട്, 140 ഓടിയുണ്ട്. 140 ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസുകൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാലേ? നമുക്ക് 2 രൂപ കൊടുക്കാം. 2 ലക്ഷം റുപ്യക്ക് പുതിയ പേപ്പറൊക്കെ എടുത്തിട്ടാ 5 വർഷം പേപ്പർ 2 ലക്ഷം രൂപ കൊടുക്കാം. 10 മോളില് എല്ലാം കൊണ്ട് ഉഷാറ്. ഡീസൽ മാത്രം മൈലേജ് കിട്ടും. എന്തായാലും ഒരു 18 ആ ലെവലിൽ മൈലേജും കിട്ടും. എന്തായാലും ഒരു 10 രൂപ ഇറങ്ങുക. പിന്നെ എന്തായാലും ഒരു 10-25 രൂപ കൊടുക്കാം. നമുക്ക് 75 രൂപ മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 2 ലക്ഷം വയ്ക്കണം. 2 ലക്ഷം അതാണ്. അതേമാർക്ക് വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ. ഇത് നമുക്ക് 1.25 ലക്ഷം രൂപ കൊടുക്കാം. 1.25 ലക്ഷം രൂപ ഈ സ്വിഫ്റ്റ് കൊടുക്കാം. എല്ലാം വില കൊടുക്കാം. മോഡൽ ഇത് 2010. 10 മോഡൽ. ഇതിന്റെ പേപ്പർ ഇക്കൊല്ലം ലാസ്റ്റ് ഉണ്ടാവും. ഇക്കൊല്ലം ലാസ്റ്റ് പേപ്പർ എടുത്തിട്ടല്ല, എടുക്കാതെ കൊടുക്കാം. നമ്മള് എടുക്കാതെ കൊടുക്കാം. ഓപ്ഷൻ വീഡിയോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1 അടുത്ത് ഓടിയിട്ടുണ്ട്. ഓടിക്കണോ? അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടില്ല. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് പിന്നെ 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള. റീപ്ലേസ് ഒന്നുമില്ല. മേജർ കാര്യങ്ങളെ ഒന്നുമില്ല. വൃത്തിയിലുണ്ട് തന്നെയാണല്ലോ. സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലോ. എത്രയാണ്? 1.75 കൊടുക്കാം. 1,75,000 രൂപയ്ക്ക് 10 മോളില് 25 ലാസ്റ്റ് പേപ്പറിൽ വണ്ടി കൊടുക്കാം. ഇസ്ലാം എന്തായാലും 10-24 മൈലേജ് ഉണ്ടാവും. നല്ല അടിപൊളി വിലക്കല്ല ചെറിയ വണ്ടികളില്ല. സ്വിഫ്റ്റ് കൊടുക്കാം. കീപ്പട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് മോളിലുണ്ട്? ഇത് 2008 വണ്ടി വീഡിയോ 8 മോളില് വീഡിയോ ഡീസൽ വണ്ടിയാണ് കിടക്കണം മുതലല്ലേ? ചെറിയ കായിന്റെ വണ്ടി. ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാ. ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയില്ലേ? ഇന്ന് എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 2028 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ നിലവിലുണ്ട്. അടിപൊളി അലവിലൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടി. എത്ര ഓടിക്കണെന്നാലേ? ഓടി 1ന്റെ പുറത്ത് ഓടിക്കണോ? ഓണർഷിപ്പ് എത്രയാണോ? അതൊന്നും ചോദിക്കണ്ട, പഴയ വണ്ടിയല്ലേ. 1-2 എന്തായാലും ഉണ്ടാവും. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മാറിക്കണോ? വേറെ മേജർ കാര്യങ്ങളൊന്നും മേജർ ഒന്നുമില്ല. ഇത് LDI ആണല്ലേ? ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാലേ? നമുക്ക് 1.60 കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് സ്വിഫ്റ്റ് കൊടുക്കാം. 28 പേപ്പറുള്ള സ്വിഫ്റ്റ് അലവിലുള്ള വണ്ടി കൊടുക്കാം. റെഡി പൈസ വണ്ടി ഇറക്കാം. കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓല് വന്ന് പിന്നെ കുറച്ച് കൊടുക്കും. എന്തെങ്കിലും നമുക്ക് ചെയ്യാം. പരമാവധി ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കൊടുക്കാമല്ലേ? നമുക്ക് ലാഭം കുറഞ്ഞാലും കൊടുക്കും. നമ്മൾ വണ്ടി കൊടുക്കും. അല്ല 20 വരെ മൈലേജ് കിട്ടുമോ? 20 സാധാരണ കിട്ടുന്ന മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അത് കിട്ടും. അടുത്ത വണ്ടി ഒരു പച്ചക്കളിലെ 2012 മോഡല്. 12 മോഡൽ ബീറ്റാണ് കിടക്കണ്ടേ? നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1 താഴെ പോയിട്ടുള്ളൂ. 1 കീപ്പട്ടുള്ളൂ. മേപ്പിടില്ല. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് ടേക്കണ് നിലവിലുള്ളേ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ആ പരിപാടികളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാലേ? നമുക്കിതൊരു 90 രൂപ കൊടുക്കാം. ലാസ്റ്റ് 90,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. അതിലെന്തേലും കുറക്കുവോ? എന്തെങ്കിലും പരമാവധി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കൊടുക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊക്കെ അവർക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കൂലേ? ഓല് വന്നാണ് അവിടെ ഇരുന്ന് മാക്സിമം കുറച്ച് കൊടുക്കും. പരമാവധി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് കൊടുക്കും. ലോൺ കയറുമ്പോ ലോണൊന്നും കിട്ടൂല. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. റെഡി കായ്ക്ക്. ഇത് പെട്രോൾ ഡീസലാണ്. എത്ര മൈലേജ് കിട്ടും? ഒരു 20ന്റെ പുറത്ത്. 20ന്റെ പുറത്തും അല്ലെങ്കിൽ കീപ്പോട്ട് ആ ലെവലിൽ 20ന്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും കിട്ടും. നേരിട്ട് പറഞ്ഞു കൊടുക്കാം. ആൾക്കാരുടെ ഡെലിവറി ഉണ്ടോ? ആൾക്കാരുടെ ഡെലിവറി നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലേ? ആളുകളെ വിളിച്ചോട്ടല്ലേ? ജലീലാക്ക ഷോറൂം ഇറക്കില്ല കണ്ടീഷനിൽ വണ്ടി 2023 മോഡല്. 23 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. ക്ലെയിമും കാര്യങ്ങളൊന്നും കേറാത്ത വണ്ടി. നല്ല വണ്ടി. മോഡൽ 23 VXI ഉള്ളത്. VXI എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയില്ലേ? 775 നമ്പറും ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 12,000 പോയിട്ടുള്ളൂ. വണ്ടിയിട്ടുള്ളൂ. വെറും 12,000. ചെറിയ ലോ കിലോമീറ്റർ വണ്ടിയില്ലേ? ലോ കിലോമീറ്റർ ആണ്. ധൈര്യത്തിൽ കൊണ്ട ഒന്നും ചെയ്തിട്ടില്ല. ഒരു പരിപാടി ഇല്ലാത്ത വണ്ടിയില്ലേ? സീറ്റ് കാര്യങ്ങള് ഒക്കെ ഉഷാറില്ല വണ്ടിയില്ലേ? ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഒരു സ്ക്രാച്ച് വരെ ഇല്ല. അതാ ഗ്യാരണ്ടി പറഞ്ഞ നമ്മള്. എല്ലാം കൊണ്ട് ഉഷാറില്ല വണ്ടിയില്ലേ? ടയറ് കാര്യങ്ങള് ഫുൾ കട്ട ബമ്പർ വരെ ടച്ച് ചെയ്തിട്ടില്ല. അത്രയും കണ്ടീഷൻ പറഞ്ഞു. അതെ. ഇനി എടുക്കുന്ന കേക്ക് കുട്ടപ്പനാക്കിട്ട് കൊടുക്കുക. അത് നമ്മൾ പറഞ്ഞേ. എത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇത് ലാസ്റ്റ് നമുക്ക് 7.95 കൊടുക്കാം. 7,95,000 രൂപയ്ക്ക് സ്വിഫ്റ്റ് 23 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുക്കാം. ഇനി കുറക്കുവോ? ഇനി കുറക്കണ്ടാവില്ല. കുറച്ചിട്ടാ പറഞ്ഞാലേ? ലോൺ കയറുന്നാലേ? ലോൺ കിട്ടും. എത്ര ഫുള്ളും കയറും? ഫുള്ളും കിട്ടും. ചെറിയ എന്തെങ്കിലും കൂട്ടിയാൽ മതി. ഒരു 10-20,000 മുടക്കുകയാണെങ്കിൽ അല്ല അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുക്കാം.
കൊടുക്കാം നമുക്ക്. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരു ബ്ലൂ കളർ ബലേന എങ്ങനെ മോഡലേ 2021 മോഡല് 21 മോഡലുണ്ട്. ഓപ്ഷൻ ഏതാ? ഫുൾ ഓപ്ഷൻ വണ്ടി അത്. ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 26,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ അടിപൊളി ബലേന ബ്ലൂ കളറിലല്ലേ? ഓണർഷിപ്പ് സിംഗിൾ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി മാഞ്ഞാളില്ലാത്തോണ്ടല്ലേ? ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാ. എല്ലാം ഉണ്ടല്ലേ? ഷോറൂം നിർത്താണ്ട് ഇങ്ങനെ സെറ്റാക്കി നടന്നാ മതില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാലേ? ഇത് നമുക്ക് ലാസ്റ്റ് 7,95 കൊടുക്കാം. 7,95,000 അടിപൊളി ബലേന 21 മോളിൽ കൊടുക്കാൻ പറ്റും. അതും ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ ഏറ്റവും ഫുള്ള് കമ്പനി ഹിസ്റ്ററി സർവീസ് വാറന്റി ഒക്കെ ഉണ്ടാവുമല്ലേ? കൊടുക്കാതല്ലേ? എന്നാ ലോൺ കയറുമ്പോ ലോൺ കിട്ടും. എത്ര കയറും? ഒരു 85-90% കിട്ടും ലോൺ. 90% ലോൺ കയറും. ചെറിയ മുടക്കില്ലേ? ഉള്ളിൽ മുടക്കാണെങ്കിൽ കിട്ടും, വണ്ടി കിട്ടും. പറഞ്ഞു കൊടുക്കാം. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഇത് സാധാരണ ഒരു 18 ലെവലില് അതല്ല, അതിന്റെ മേലെ കിട്ടും. 20 ഈ കമ്പനി പറഞ്ഞ 20 മേലെയാണ്. അപ്പൊ നമുക്ക് 20 കീപ്പിട്ട് അറിയാം. അല്ല, 20 മേലെ കിട്ടും. 20 എന്തായാലും പറഞ്ഞു കൊടുക്കാം. മൈലേജ് കിട്ടും. കാണിക്കുമല്ലോ, മീറ്ററിൽ കാണിക്കും. അടുത്ത വണ്ടി കിടിലം കിട്ടില്ലേ? 2016 മോഡൽ കിഡാണ്. 16 മോഡലെ കിഡ്. ഓപ്ഷൻ RX ആണ്. ഫുൾ ഓപ്ഷൻ ആക്കാറല്ലേ? RX ആണല്ലേ? RX ആണ്. എന്നാ കിലോമീറ്റർ എത്ര ആയിക്കണോ? 90,000 ഓടിക്കണുണ്ട്. നിലവിൽ ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് കാര്യങ്ങൾ റീപ്ലേസ് ഉണ്ട്. പക്ഷേ ഇതില് ഈ വണ്ടി ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്. ചെറിയ തട്ടിയിട്ടുണ്ട്. ചെറുതായി തട്ടിയാണ്ട് പോയിക്കണോ? അതൊരു പോയിക്കണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കും. വെൽക്കാണ്ട് കൊടുക്കുക. അത് ഫുള്ള് ലോണും കിട്ടും. പൈസ ഒന്നും മുടക്കണ്ട. പൈസ ഇല്ലാതെ വന്നാലും വണ്ടി കൊടുക്കാം. നല്ല അടിപൊളി വണ്ടി. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ്? ലാസ്റ്റ് നമുക്ക് 1,00,000 രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ വണ്ടിക്ക് ചോദിക്കണ്ടേ? ആധാർ കാർഡ് വന്നിട്ട് ലോൺ എടുക്കാണ്ട് വന്നാൽ മതി. ലോണിലാണ് കൊടുക്കാം. നമുക്ക് ഒന്നും പൈസ കൊടുക്കാതെ ചെറിയ ആൾക്കാർക്ക് പഠിക്കാനൊക്കെ പറ്റിയ വണ്ടി, ഒന്നും ചെയ്യണ്ട. പഠിക്കാൻ പറ്റിയ വണ്ടി ടച്ച് ക്ലിയർ ആക്കി കൊടുക്കും. ഒന്ന് മൊഞ്ചു കൂട്ടി കൊടുക്കാം നമുക്ക്. ചൊറുക്കാക്കി കൊടുക്കും. സുന്ദരിയാക്കി കൊടുക്കൂലേ? 1.5 ലക്ഷം രൂപ അടിപൊളി കിട്ടാണ് കൊടുക്കുക. മാക്സിമം ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ പൈസ മുടക്കാതെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുവോ? അല്ല, പൈസ മുടക്കാതെ കൊടുക്കാം. ഞാൻ ക്യാഷ് ബാക്ക് അങ്ങനെ കൊടുക്കാം. എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റും. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഇതൊരു 20 ഉണ്ടാവും. 20 അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും. കുറച്ച് ഐറ്റം ഉണ്ടാവും. അടിപൊളിയായിട്ട് ഓടിക്കും ചെയ്യാം. അടുത്തുണ്ടല്ലോ അടിപൊളി ലക്ഷറി അൾട്ടീസ് ആണല്ലേ? ഏറ്റവും ഫുള്ള് ന്യൂ ഷേപ്പ് വണ്ടി. ഏത് ഫുള്ളാണ്? അത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏറ്റവും ഫുള്ളിനെ താഴെ വണ്ടി. മോഡൽ എന്ന് പറഞ്ഞാൽ 2015. 15 മോഡല് അൾട്ടീസ് ആണ്. KA കർണാടക ആണ് അല്ലേ? കർണാടക വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള കറക്റ്റ് ഇഷ്ടമല്ലേ? നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കി നമ്മൾ കൊടുക്കും. NOC വെഹിക്കലുണ്ടോ? NOC നമ്മൾ കൊടുക്കണേ. കൊടുക്കണ്ടേ? NOC റേറ്റ് പറയാ. അന്ന് എത്ര ഓടിയോന്നാലേ? ഇത് 2 ഓടിക്കണം. കറക്റ്റ് കിലോമീറ്റർ ആണ്. ഇസ്റ്ററിൽ വണ്ടിയാണ്. ഇസ്റ്ററിലുണ്ട്. മറ്റേ തിരിച്ചിട്ടൊന്നുമില്ല. തിരിച്ചിട്ടും മറിച്ചിട്ടും ഒരു പരിപാടി ഇല്ല. 2 ലക്ഷം കറക്റ്റ് ഓട്ടം ഇസ്റ്ററിൽ വണ്ടില്ലേ? നല്ല അടിപൊളി ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം ഉഷാറാണ്. ഏതാ ചിത്രപ്പണിയൊക്കെ ചെയ്തു അല്ലേ? ഓണർഷിപ്പ് സിംഗിള്. എന്നാ റീപ്ലേസ് 5 ടയർ പുത്തൻ ടയർ ടൈമില് കടുപുത്തൻ ടയർ 5 ഉണ്ട്. റീപ്ലേസ് എന്നാല് ഒന്നും റീപ്ലേസ് ഇല്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എന്നാ കർണാടക ഇതിലങ്ങനെ എത്ര കൊടുക്കാം? നമുക്കൊരു 5,00,000 രൂപ കൊടുക്കാം. 5,50,000 NOC കൊടുക്കാം. NOC കൊടുക്കാം. 15 മോഡല് അൾട്ടീസില് ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 20 പുറത്ത് മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ലക്ഷറി ലുക്കിൽ ഇങ്ങനെ പോവും ചെയ്യാം. ഇപ്പൊ നമ്പർ ആക്കുമ്പോ എത്ര വരും? നമ്പർ ആക്കാൻ ഒരു 1.25 വരും. ആ ലെവലിൽ വരും. അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. NOCയിലാണെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കും. നല്ല വണ്ടി. ഇസ്റ്ററിലുള്ള ഒന്നും ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. അതെ. അതേമാതിരി അടിപൊളി പറഞ്ഞുണ്ട്. കിടലം പറഞ്ഞ റാപ്പ് ചെയ്ത വണ്ടിയില്ലേ? 2000 മാറ്റ് ബാക്ക് ആണ്. മാറ്റ് ബ്ലാക്ക് ചെയ്ത വണ്ടിയില്ലേ? KL 17 ആണല്ലേ? KL 17. മോളം എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 27 പേപ്പർ ഉണ്ട്. പേപ്പർ എല്ലാം ക്ലിയർ ആണ്. 36-40 നമ്പറുണ്ട്. എത്ര ഓടിയൊക്കെ ഉണ്ട്? ഒന്നിനാല് ഓടി ഉണ്ടാവും. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഒക്കെ ആയിട്ടുണ്ടാവും. നോക്കിയിട്ടില്ല. സെക്കൻഡ് ഓണർഷിപ്പിലേക്കാണ് നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നും കാണില്ല. മെയിൻ ക്ലാസ് മാറിയിരിക്കണോ? സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ? ഓണർഷിപ്പ് എത്ര ഉണ്ടോ? ഓണർഷിപ്പ് 2-3 ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ അല്ലേ? എത്ര കൊടുക്കാനാല്? 1.25 കൊടുക്കാം നമുക്ക്. 1,25,000 രൂപയ്ക്ക് മോൾ 27 പേപ്പറിൽ അടിപൊളി പറഞ്ഞു കൊടുക്കാം. സടാൻ വണ്ടി കൊടുക്കാം. ഇനി കുറച്ചും കൊടുക്കും. 25,000 കുറച്ച് കൊടുക്കാം. അതില്ല, നമ്മൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം. ഓൾക്ക് താല്പര്യം കൊടുത്തിട്ട് വണ്ടി പോകുള്ളൂ. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും.
20ന്റെ ഉള്ളിലുണ്ടാവും. എന്തായാലും മൈലേജും കിട്ടും. ഇത് CRD എഞ്ചിനാണ്. CRD ആണ്. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണല്ലോ. നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഉള്ള വണ്ടിയാണല്ലോ അല്ലേ? ആ കേരളം ഡെലിവറി കൊടുക്കും. അതും ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്ത് കൊടുക്കും. ജലീലാക്ക് എല്ലാത്തിനും സെറ്റ് ആണല്ലേ? അടുത്ത വണ്ടി ബ്ലാക്ക് എഡിഷൻ ഐട്ടൺ അല്ലേ? ഉണ്ടായിന്റെ ഐട്ടൺ. എങ്ങനെ മോഡലുണ്ട്? 2010 മോഡലാണ്. അപ്പൊ എത്ര പേപ്പർ അയക്കണോ? പേപ്പർ ഇപ്പൊ പുതിയ എടുത്ത് കൊടുക്കാം നമുക്ക്. 5 വർഷം പേപ്പർ എത്ര വണ്ടികൾ കൊടുക്കും? ഏതോ ഓപ്ഷൻ മേഖലയല്ലേ? എന്തോ മേഖലയാണ്. പവർ സ്റ്റാറിംഗ് പവർ വിൻഡ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉള്ള വണ്ടി. എന്നാ ഓടിയെന്ന് പറയാൻ പറ്റത്? ഒന്നിന്റെ അടുത്ത് എന്തായാലും ഓടി ഉണ്ടാവും. ഓണർഷിപ്പിന് ആര് പറയാൻ? ഓണർഷിപ്പ് നോക്കിയിട്ടാണ് 2 ആയിട്ടുണ്ടാവും. എന്തായാലും 1-2 എന്തായാലും ആയിട്ടുണ്ടാവും അല്ലേ? പഴയ വണ്ടി ആകുമ്പോ സീറ്റർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. കമ്പനി അത്ര ഉള്ളൂ. അതിനുള്ള വിലയേ ഉള്ളൂ. ചെറിയ ഫാമിലിക്ക് ചെറിയ മട്ടത്തിൽ ഓടിക്കാൻ പറ്റിയ വണ്ടില്ലേ? എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാണ് നമുക്ക് പുതിയ പേപ്പറിൽ 1,20,000 കൊടുക്കാം. 5 വർഷം പേപ്പർ എടുത്തിട്ട് 1,20,000 റുപ്യകൾ അടിപൊളി ഐറ്റം കൊടുക്കാം. നല്ല വണ്ടിയില്ലേ? നല്ല വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് പരിപാടി ഒന്നുമില്ല. ധൈര്യം പറഞ്ഞു ചെയ്യാം. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഇതൊരു 15 ഉള്ളിൽ മൈലേജ് പറയാം. 12 ഡിപ്പെൻസ് കസ്റ്റമർ ഓട്ടാണ്. അടുത്ത വണ്ടി ഒമ്നിയിലെ 2015 മോഡൽ ഒമ്നിയാണ്. 15 മോഡൽ ഉണ്ടല്ലേ? നല്ല വണ്ടിയില്ലേ? കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഇത് 5 സീറ്റ് അതോ 8 സീറ്റോ? അല്ല, ഇത് 5 സീറ്റാണ്. 5 സീറ്റ് ഒമ്നിയാണല്ലേ? അത്യാവശ്യം വൃത്തിയിലുണ്ടാണല്ലേ? കുഴപ്പമില്ല. ഫാമിലി ഉപയോഗിച്ച വണ്ടിയാണ്. ഫാമിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു നമ്മൾ വാങ്ങി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1ന്റെ ഉള്ളിൽ അയക്കണേ. നിലവിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? ഓണർഷിപ്പ് സെക്കൻഡാന്ന് തോന്നുന്നത് നിലവിലുള്ളല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യത്തിൽ കൊടുക്കാം. നല്ല അടിപൊളി 5 സീറ്റ് ഒന്നില്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. എല്ലാം ഉണ്ട്. എന്നാ എത്ര കൊടുക്കാം? നമുക്ക് 1,70,000 കൊടുക്കാം. 1,70,000 റുപ്യക്ക് ഒന്നി കൊടുക്കാം. 5 സീറ്റ്. നല്ല കമ്പനി, നല്ല വണ്ടിയില്ലേ? നല്ല വണ്ടി. സർവീസ് ഒന്നും ഇല്ലല്ലോ? സർവീസ് ഒന്നും ചോദിക്കാം. ഇതുമ്പോ ലോൺ കയറുന്നാലേ ലോൺ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ആൾക്കാർ വന്നാൽ മാത്രം മതി. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഇതൊക്കെ ഒരു 16 ഒക്കെ ഉണ്ടാവും. 15-16 ഡിപ്പെൻസ് കസ്റ്റമർ ഓട്ടണം. നല്ലത് ഓടണം. നല്ല മൈലേജ് കിട്ടും. അതൊക്കെ അടുത്തുണ്ടല്ലോ. അടിപൊളി ഇൻഡിക്കാണല്ലേ? അല്ല മനസ്സിലാണല്ലേ? 2011 മൻസ സടാ വണ്ടിയ ഡിക്കി ഓപ്പൺ ഉള്ള വണ്ടിയില്ലേ? അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ഗ്ലാസ് ചെറിയ പൊട്ടുണ്ട് കേട്ടോ. മെയിൻ ഗ്ലാസിന് പൊട്ടുമുണ്ട്. എങ്ങനെ മോഡലായിരുന്നു? 11 മോഡല്. 2011 മോഡല് ഇൻഡിക്കന്റെ മൻസ ആണല്ലേ? പേപ്പറൊക്കെ ഉണ്ടല്ലേ? പേപ്പറൊക്കെ ഉണ്ട്. അലവില് ചെയ്തതാ? ലൈവില് ചെയ്താണല്ലേ? അടിപൊളിയൊക്കെയാണ്. ഓടിക്കണ എത്ര? അതെ, 1ന്റെ പുറത്ത് ഓടിക്കണേ. 1,10 ഓടിയിട്ടുണ്ട്. 1ന്റെ പുറത്ത് ഓടിക്കണോ? ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? സെക്കൻഡ് അത് കടറ്റാണ് നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇപ്പൊ ഒന്നുമില്ല, കാണുന്നില്ല. നിലവിലിപ്പോ ഒന്നും കാണുന്നില്ല. മെയിൻ ഗ്ലാസ് വേറെ അങ്ങനെ മത്സരരോട് വരച്ചിക്കണോ? അത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. കമ്പനി ഗ്ലാസ് തന്നെയാണ്. കമ്പനി ഗ്ലാസ് തന്നെയാണല്ലേ? എത്ര കൊടുക്കാം നമുക്ക്? മനസ്സിലാ നമുക്ക് 1,20,000 കൊടുക്കാം. 1,20,000 റുപ്യക്ക് വലിയ വണ്ടി കൊടുക്കാം. നീ കുറച്ചും കൊടുക്കുവോ? എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലോൺ റെഡി ആയിക്കാൻ ഇതൊക്കെ ഇവിടെ നാട്ടിൽ ഇവിടുത്തെ ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 1,20,000 റുപ്യക്ക് ഇഞ്ചിക്കന്റെ മനസ്സ കൊടുക്കാല്ലേ? സദാ വണ്ടി മൈലേജ് എത്ര കിട്ടും? ഡീസലാകുമ്പോ ഒരു 18-20 മൈലേജും കിട്ടും. അതേമാതിരി ഫിയറ്റിന്റെ ലീനിയാണ് അല്ലേ? ടാക്സിയിലാണ് നടക്കുന്നുണ്ട്. ടാക്സിയിൽ 16 മോഡലാണ്. 16 മോഡല് ലിനിയാണ് അല്ലേ? ടാക്സി പേപ്പർ ക്ലിയറാ? എല്ലാം ക്ലിയർ ആണ്. എല്ലാ പേപ്പറും നിലവിൽ ക്ലിയർ ആണ്. ക്ലിയർ ആക്കി കൊടുക്കാം നമുക്ക്. റെഡി അല്ലെങ്കിൽ റെഡി ആയി കൊടുക്കും ചെയ്യും. റെഡി ആയി കൊടുക്കും. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. എത്ര ഓടിക്കണമെന്നാലേ? ഇതൊക്കെ 1ന്റെ പുറത്ത് ഓടിക്കണേ. 1ന്റെ പുറത്ത് എന്തായാലും ഓടിക്കണോ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളത്. എന്നാ മേജർ റീപ്ലേസോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒന്ന് കേക്ക് കുട്ടപ്പനാക്കിട്ട് നമ്മള് വണ്ടി കൊടുക്കാം നമുക്ക് അല്ലേ? അത് നമ്മൾ പറയേണ്ട വർത്താനം അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെയുള്ള വണ്ടിയില്ലേ? കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. എത്ര കൊടുക്കുന്നാല്? 1,70,000 കൊടുക്കാം. 1,70,000 റുപ്യക്ക് ടാക്സി ഉള്ള അത് കൊടുക്കാം. ഫിയറ്റിന്റെ ലിനി കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാം. ഇതൊക്കെ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാല്ലേ? ആൾക്കാർ വന്നാൽ മാത്രം മതി. റെഡി പൈസക്ക് ഇറങ്ങുള്ളൂ. റെഡി പൈസക്ക് ഇതിലൊക്കെ അടുത്തോണ്ടല്ല അടിപൊളി മമ്മൂട്ടി മോഹൻലാൽ നടന്മാർ പോണതേമാതിരി ട്രാവലർ അല്ലേ? ട്രാവലർ ഫുൾ സെറ്റപ്പ് കാരവാനാണ് അല്ലേ? ട്രാവലർ ഒന്നും പറയില്ല. എന്നാ മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ്. ഇത് 2012 മോഡലാണ്. 12 മോഡല് ട്രാവലറാണ്. RC-ലും കാരവാൻ എഴുതിയിട്ടുണ്ടോ? നമ്മളെ പിടിക്കൊന്നുമില്ല. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല.
ഇതിനുള്ളിൽ കയറിയാണ് ഒരു പെരന്റെ മാറിൽ എല്ലാ സൗകര്യം ഉണ്ട്. ഇത് UK ആണ്. ഉത്തരാഖണ്ഡ് വണ്ടിയാണ്. UK ആണല്ലേ? നമ്പർ ആക്കിട്ട് കൊടുക്കും നമ്മള്. നമ്പർ ആക്കി കൊടുക്കാം. എന്തൊരു ഉൾഭാഗം കാണിച്ചിരുന്നാലോ? ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ അമ്മാരി സെറ്റപ്പ് ആണല്ലേ. വരും കാണിച്ചു തരാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര പറയാനുണ്ടോ? ഇത് 25,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ആകെ 25,000 ഓടിയിട്ടുള്ളൂ. അയവ നടന്മാരിങ്ങനെ കയറല്ലേ? വരും. നടന്മാര് കയറുന്നവർക്ക് സോഫ ഉണ്ട്. 2 സോഫ ഉണ്ട്. പിന്നെ TV ഉണ്ട്. TV കാര്യങ്ങൾ 2 സോഫ ഉണ്ട്. ഇവിടുന്ന് TV ഇവിടെ ഉണ്ട്. AC കാര്യങ്ങൾ. ബാത്റൂം ഉണ്ട്. ബാത്റൂം ഉണ്ടോ? ബാത്റൂം ഉണ്ട്. ബാത്റൂം ഉണ്ട്. പുറത്തിങ്ങനെ ആസ്വദിച്ച് കാണാം. ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം. ഇത് ഫ്രിഡ്ജല്ലേ? ഫ്രിഡ്ജ് കാര്യങ്ങള്. ഓവൺ ഉണ്ട്. ഇത് ഓവണാണ്. ഇത് ഓവണല്ലേ? ഓവൺ ഉണ്ട്. മിററാണ്. അങ്ങനെ എല്ലാ സാധനം വെക്കാനുള്ളത് എല്ലാത്തിനും പറ്റിയ സാധനം അല്ലേ? എല്ലാം ഉണ്ട്. AC ആണ്. AC ആണ്. ഫുള്ള് AC ആക്കാരല്ലേ? എല്ലാം AC ആണ്. അടിപൊളി ഉണ്ടല്ലേ? സറൗണ്ട് സിസ്റ്റം സബ് ഇതൊക്കെ ഉണ്ട്. സബും ബൂഫറും 5.1 ഒക്കെ ഉണ്ട്. ഒരു പെരന്റെ ഉള്ളിലെ റൂമിൽ എന്തൊക്കെ ഉണ്ട്? ആ സെറ്റപ്പ് എല്ലാ സൗകര്യം ഉണ്ട്. ചെറിയ പൈസ കൊടുക്കാൻ പറ്റില്ലേ? എത്ര ജില്ലാക്കൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്പർ ആക്കിട്ട് കേരള നമ്പർ ആക്കിയിട്ട് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. 26,000 ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ. എത്ര കൊടുക്കാല്ലേ ഈ കാരവാന്? നമുക്ക് ലാസ്റ്റ് ഒരു 12 രൂപ നമ്പർ ആയി കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് 12 ലക്ഷം രൂപ കാരവാൻ കൊടുക്കാം. RC ഉണ്ടായോണ്ട് പേടി പറ്റില്ല. പോലീസുകാരെ പിടിച്ചു. ഒന്നുമില്ല. നല്ല മൈലേജ് ഉണ്ടാവില്ലേ? സാധാരണ ഇതിന് ട്രാവലറിന് കിട്ടുന്ന മൈലേജ് ഉണ്ടാവും. ആ മൈലേജ് എന്തായാലും കിട്ടി. 25,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണല്ലേ? ഒരു പേടിയും പേടിക്കണ ഹിസ്റ്ററി ഉണ്ടാവും. എല്ലാം ഉണ്ട്. അതാണ്. ഇതുമ്മ ലോൺ ഇറന്നാല് ലോൺ നമുക്ക് നോക്കേണ്ടി വരും. നോക്കി ചെയ്തവർക്ക് എന്തായാലും ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഒക്കെ നമുക്ക് നമ്പർ ആയി കഴിഞ്ഞാൽ ലോൺ കിട്ടും. അല്ലേ? പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ചെയ്തെടുക്കാല്ലേ? അടിപൊളി കാരവാൻ അല്ലേ? അടുത്ത വണ്ടല്ല അടിപൊളി ഫോർച്യൂണർ അല്ലേ? എങ്ങനെ മോളെ? ഇത് 2012 മോള് ഫോർച്യൂണർ ആണ്. ഫോർച്യൂണർ ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണിത്. 2 വീൽ ഓട്ടോമാറ്റിക് CH ആണല്ലേ? ഛത്തീസ്ഗഡ് ഫോർച്യൂണർ ഈ കിടക്കുന്നുണ്ട്. നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ ആക്കിയിട്ട് കൊടുക്കാല്ലേ? എത്ര ഓടിയോന്നാല്? ഇത് 1:1:40 കാണണേ. മീറ്റർ കാണുന്നതാ പറഞ്ഞിട്ട് ആ ഗ്യാരണ്ടിയിലെ പറയുള്ളൂ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ അല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നിങ്ങളെ പേർക്കും അറിയില്ല. ഒന്നും ആയിട്ട് NOC നമുക്ക് നമ്പർ അയക്കണിപ്പ്. നമ്പർ ആയിക്കോളെ. നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ അയക്കണം. ഇനി പ്രശ്നം നമ്പർ പ്ലേറ്റ് വെക്കാനുള്ളൂ. മാത്രമേ ഉള്ളൂ. 8 9 അടിപൊളിയായിട്ട് ഓട്ടോമാറ്റിക്കിൽ പോലെ. എത്ര കൊടുക്കുക ചെറിയ? 11.25 നമ്പർ ആയി കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് 11,75,000 ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് കൊടുക്കാം. നല്ല ഗ്യാരണ്ടി വണ്ടി. നല്ല വണ്ടി. ഹിസ്റ്ററൊക്കെ ഉണ്ടാവോ? ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്തെടുക്കാറല്ലേ? കണ്ട കിലോമീറ്റർ പറഞ്ഞു. അതാ പറയുള്ളൂ. ഓക്കെ. മാക്സിമം ലോണാണല്ലേ? ഒരു 2 ലക്ഷം റുപ്യക്ക് ഇറങ്ങോ? 1-2 ലക്ഷം റുപ്യക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 7 റുപ്യ ലോൺ കിട്ടും. കയറൂലേ? ഒരു 10-12 മൈലേജ് കിട്ടൂലേ? എന്തായാലും 10 മേലെ കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി XUV8 അല്ല, അത് TUV ആണ്. TUV 300 അല്ലേ? 7 സീറ്റ് വണ്ടിയില്ലേ? 7 സീറ്റ് വണ്ടി. എങ്ങനെ മോളിലായിരുന്നാലേ? ഇത് 2017 ആണ്. 17 മോളിലുണ്ട്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. എപ്പോഴും നിങ്ങൾ കാണിച്ചോ? നമ്പറാ വണ്ടിയാ? അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. TUV 300 അല്ലേ? നല്ല വണ്ടി അല്ലേ? എത്ര ഓടിക്കണേ? ഡീസൽ വണ്ടിയാണ്. ഓട്ടോ എത്ര ഓടിക്കണോ? 1 സംതിങ് ഓടിക്കണേ. 1 സംതിങ് ഓടിയുണ്ടല്ലേ? TUV 300 അടിപൊളി ഉണ്ടല്ലേ? 7 ആൾക്കും 8 ആൾക്കും 9 ആൾക്കും പോകാൻ പറ്റും. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം ഉഷാറാ. റീപ്ലേസ് ഉണ്ടോ? ഇപ്പൊ റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി വണ്ടി പറ്റ. അത് നമ്മൾ പറഞ്ഞ വർത്താനല്ലേ? എത്രയാണ് ഈ TUV 100 ചോദിക്കണ്ടേ? 300 ഇത് നമുക്ക് 5 റുപ്യ കൊടുക്കട്ടോ. 5,50,000 TUV 300 കൊടുക്കാം. അത് കുറച്ചും കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് മാക്സിമം കിട്ടുന്ന ചെയ്ത് കൊടുക്കാം. മാക്സിമം ചിലപ്പോൾ ഫുള്ളാൻ കയറും. അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ ഇറക്കാം. എങ്ങനെയാലും ഒരു 10 റുപ്യ 60-70 റുപ്യ കൊടുക്കേണ്ടി വരും. 10,000 മുടക്കിൽ അടിപൊളി 7 സീറ്റ് TUV 300 കൊടുക്കാൻ പറ്റില്ല. നല്ല വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര ഓടിക്കണോ? ഒന്നിനുള്ളില്ലേ? അല്ല, 1 സംതിങ് ഓടിക്കണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 17 മേലുണ്ടാവും. ആ ലെവലിൽ മൈലേജ് കിട്ടും. അടിപൊളിയായിട്ട് ഐറ്റിൽ ഓടിക്കല്ലേ? ഇതിലൊക്കെ അടുത്തോണ്ടല്ല അടിപൊളി ജാസ്, ഹോണ്ട ജാസ് 2016 മോഡല്.
16 മോളില് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. ഇത് ഓപ്ഷൻ ആയിരുന്നേ? ഓപ്ഷൻ ബേസ് ആണ്. ബേസ് ഓപ്ഷൻ ആണല്ലേ? എത്ര ഓടിക്കണെന്നാലേ? 33,000 ഓടിയിട്ടുള്ളൂ. ഓടിക്കുള്ളൂ. ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ലോ കിലോമീറ്റർ ഓടി വണ്ടില്ലേ? ടയറ് കാര്യങ്ങൾ അതുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ഷോറൂം കണ്ടീഷൻ വണ്ടി. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങള് ഷോറൂം കണ്ടീഷനിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങാല്ലേ? നല്ല വണ്ടി വെക്കുന്നൊക്കെ പറ്റിയ വണ്ടിയില്ലേ? അതും പെട്രോൾ ആണല്ലേ? പെട്രോള്, AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ ഒക്കെ ഉള്ള വണ്ടി. എല്ലാം വരുന്ന വണ്ടി. എന്നാ എത്രക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്ക് 5 റുപ്യ കൊടുക്കാം ലാസ്റ്റ്. 5,50,000 അടിപൊളി ഹോണ്ട ജാസ് കൊടുക്കാം. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, നമുക്ക് പരമാവധി ചെയ്ത് കൊടുക്കാം. കുറച്ചും കൊടുക്കാം. ജലീലാക്കനെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം കുറച്ച് പരമാവധി ചെയ്ത് കൊടുക്കാം. ചെയ്തല്ലേ? ആളുകൾ വന്നാൽ മാത്രം മതില്ലേ? വന്നാൽ മതി. ഇത് പെട്രോളാ മാത്രം മൈലേജ് കിട്ടും. ഇതൊരു 14-15 ക്യാഷ് ആ ലെവലെ മൈലേജ് കിട്ടുള്ളൂ. നല്ല വണ്ടി കൊടുക്കാൻ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 50,000 മുടക്കിൽ ഇറക്കല്ലേ? അടുത്ത വണ്ടി ഒരു 7 സീറ്റ് ആരല്ലേ? ടാറ്റന്റെ ആര് ഇന്നോവന്റെ പകരം ഇറങ്ങിയ വണ്ടി. നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ എങ്ങനെ മോളിലിരുന്നാല്? ഇത് 2012 ആണ്. 12 മോളില്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ജെന്യൻ കിലോമീറ്റർ ആണ്. 90,000 ഓടിയിട്ടുള്ളൂ. ആ വണ്ടിയിലുള്ളൂ. ഒറിജിനൽ കേരള വണ്ടിയാ? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയുള്ളൂ? ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പൊ ആര് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി. എല്ലാ ഇലക്ട്രോണിക് എല്ലാം വർക്കിംഗ് ആട്ടോ. എല്ലാം വർക്കിംഗ്. സീറ്റ് കാര്യങ്ങൾ ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വണ്ടില്ലേ? 8 ആക്കും 9 ആക്കും പോകാൻ പറ്റിയ വണ്ടില്ലേ? നല്ല അടിപൊളി വണ്ടില്ലേ? നല്ല വണ്ടിയാണ്. എത്രക്ക് ചോദിക്കും വണ്ടി? ഇത് നമുക്ക് 2 റുപ്യ കൊടുക്കാം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വലിപ്പം നോക്കിയിട്ട് കാര്യമില്ല. വില കുറച്ച് കൊടുക്കും. 2.5 ലക്ഷം റുപ്യൊക്കെ ടാറ്റിന്റെ ആര് കൊടുക്കാം. നല്ല അടിപൊളി ഉണ്ട്. ഡീസൽ മൊത്തം മൈലേജ് കിട്ടും. ഇതൊരു 10-12 13 ആ ലെവല് 14 ഒക്കെ ഉണ്ടാവും. ആ ലെവലിൽ മൈലേജും കിട്ടും. ഇന്നോവന്റെ ആ ലുക്കിൽ പോവുകയും ചെയ്യാം. അടുത്ത വണ്ടി ഇതിലാക്കി ഈ കൊടുക്കാനല്ലേ? 2014 മോഡല്. 14 മോഡല്. KL 5-ലാണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ ഒക്കെ 1-ന് അടുത്ത് ഓടിക്കണേ. എന്തായാലും ഓടി ഉണ്ടാവും. AC വണ്ടിയാ? AC വണ്ടിയാണ്. അപ്പൊ AC 5 സീറ്റ് ഈ കൊടി കിടക്കണം. നല്ല വൃത്തിലാണ്ടില്ല. നല്ല വണ്ടിയാണ്. കാരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ഇന്ത്യയിലും കാര്യങ്ങൾ നോക്കാൻ അടിപൊളി സീറ്റ് കാര്യങ്ങൾ അതും ഉണ്ട്. നല്ല ചൊറച്ചുള്ള വണ്ടിയില. കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള 5 സീറ്റ് AC വണ്ടിയില. ഏതാ ലുക്ക്. സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ അടിപൊളിയാണല്ലേ? ഇത് എത്ര ഓടിക്കണല്ലേ? 1-ന്റെ അടുത്ത് ഓടിക്കണം. 1-ന്റെ അടുത്ത് ഓടിക്കുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡ് ഉണ്ട്. അതില് 2 ഡോർ പവർ വിൻഡ് എക്സ്ട്രാ കേറ്റ് വണ്ടിയാണ്. പടി പഠിക്കും വേണ്ട. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് നോക്കിയിട്ടില്ല. നോക്കി പറഞ്ഞു കൊടുക്കാം. എത്ര കൊടുക്കാന്നാലേ? നമുക്ക് 2.25 കൊടുക്കാം. 2,25,000 AC ഈക്ക് കൊടുക്കാം. അതും സിംഗിൾ ഓണർഷിപ്പ്. സിംഗിളോ സെക്കൻഡ് ഒക്കെയാണ്. ആ ലെവലാണല്ലോ. നല്ല വണ്ടി കൊടുക്കാം. വണ്ടി കുഴപ്പമില്ല. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ടച്ചപ്പ് ഒക്കെ ഉള്ളൂ. ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇതിപ്പോ ലോണ് കയറുന്നാലേ? ലോണ് കയറും. കയറ്റി കൊടുക്കാം. എന്ത് പ്രശ്നമാണ് ജയിലാക്കണം വിളിച്ചോളി. മൂപ്പരെല്ലാം സെറ്റ് ആക്കി തരും. ഡെലിവറി ആണ്. ആൾക്കാരെ ഡെലിവറി കൊടുക്കൂലേ? എന്ത് പ്രശ്നങ്ങളും വണ്ടികൾ സെറ്റ് ആക്കി കൊടുക്കൂലേ? ഒരു പേടിയും പഠിച്ചാലല്ലോ. അതാണ് ജലീലാ ഗ്യാരണ്ടി ആണല്ലേ? എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? ഇതൊരു 12-14 അതിനുള്ളിൽ ലെവലിൽ മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഡസ്റ്റർ അല്ലേ? ഒരു XUV കൊടുക്കാല്ലേ? XUV. എങ്ങനെ മോഡലുണ്ട്? 2012 മോഡൽ. 2013 മോഡൽ 13 രജിസ്ട്രേഷൻ അല്ല. കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെ വണ്ടിയില്ലേ? ഇത് ഓപ്ഷൻ ആയതുണ്ട്. ഇത് ഓപ്ഷന് RX അല്ല? RX ആയിരുന്നില്ലേ? എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഒക്കെ 1 ഓടിക്കണേ. 1 ലക്ഷം. 1-ന് പുറത്ത് ഓടിക്കണോ? എന്നാ ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് ചോദിക്കണ്ട. 1-2 ഒക്കെ ആയിക്കാരല്ലേ? ആയിട്ടുണ്ടാവും. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നും കാര്യത്തില്ല. വന്ന് ചെക്ക് ചെയ്തെടുത്താൽ മതി വണ്ടി. റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഓല് വന്ന് ചെക്ക് ചെയ്തെടുക്കുക. അത് നമ്മൾ പറയണ്ടല്ലേ? നല്ല പെരുമയാണ്. അതാണ് ചെറിയൊരു ഇറ്റ് ഒന്നുണ്ടല്ലേ? എത്ര ചോദിക്കണ്ടെന്നാലേ? നമുക്കിത് 3 റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യ ഡസ്റ്റർ കൊടുക്കാം. KL 11 രജിസ്ട്രേഷനില് കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ? ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. കിട്ടുന്നൊക്കെ ചെയ്ത് കൊടുക്കാം. കിട്ടുന്ന അത്ര മാക്സിമം ചെയ്ത് കൊടുക്കും. ചെറിയ മുടക്കിൽ 50,000 മുടക്കിലൊക്കെ ഡസ്റ്റർ നടക്കാം. ഒരു 10-15 മൈലേജ് കിട്ടൂലേ? 18 കിട്ടുമല്ലേ? 18 ഉണ്ടാവും. എന്തായാലും കിട്ടൂലേ? ഓക്കെ. അതേമാതിരി അടിപൊളി ജാസ് 14 വണ്ടി. 2014 മോഡല് ജാസ് ആണല്ലേ? ഡീസൽ വണ്ടി. പെട്രോൾ ഉണ്ട്, ഡീസൽ രണ്ടുണ്ട്. ഇത് ഓപ്ഷൻ ഏതാ?
ഇത് ബേസ് വണ്ടിയാണ് ബേസ്. ബേസ് മോഡലാണ് അല്ലേ? ആ മലപ്പുറം നമ്പർ ഏതാ? ആ നമ്പറായ വണ്ടിയാ. നമ്പറായ വണ്ടി ഉണ്ട് അല്ലേ? എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നും ഓടിക്കണേ. 1,00,000 മീറ്റർ കാണുന്നുണ്ട്. ആ കാണണേ 1 സംതിങ് ഓടിക്കണേ. അതോടെ പറയുള്ളൂ അല്ലേ? ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഇപ്പൊ സിംഗിൾ ഇവിടെ നമ്പറായ വണ്ടിയാ. സിംഗിൾ സെക്കൻഡ് ഓണറാ നിലവിലുള്ള അല്ലേ? ആ ഓക്കെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഇല്ലല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ആ ഇനി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് 4 രൂപ കൊടുക്കാം. 4,00,000. ആ അതിന് കുറച്ച് കൊടുക്കുമോ? എന്തെങ്കിലുമൊക്കെ ചെറുമാതിരി ചെയ്യാം. ലോണ് കാര്യങ്ങള് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്യൂ. ഒരു 50,000 60,000 മുടക്കിലൊക്കെ അല്ല അടിപൊളി ഡീസലിന്റെ ജാസ് കൊടുക്കാം അല്ലേ? ആ ഒരു 10 രൂപ മൈലേജ് കിട്ടുമോ? ഒരു 20 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. നേരിട്ട് പറയും ചെയ്യാം. ആൾ കേരള ഡെലിവറി കൊടുക്കും. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറുവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടലിലെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി കാണാം.